നടത്താൻ പോലീസ് നന്നേ ഇന്ത്യ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. നമ്മൾ കാത്തിരുന്ന ആ നിമിഷം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. വീണ്ടും വിശ്വകിരീടം ഉയർത്തിയിരിക്കുന്നു ഇന്ത്യ. ന്യൂസിലാൻഡിനെ തകർത്ത് കിവികളുടെ ചിറകരിഞ്ഞ് ഇന്ത്യ ഒരിക്കൽ കൂടി 2020 ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. തുടർച്ചയായ രണ്ടാം കിരീടം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. അതുപോലെ മൂന്നാം കിരീട നേട്ടം. അതിൽ തന്നെ മലയാളിയായ സഞ്ജു സാംസന്റെ മിന്നും പ്രകടനം എന്നതും ശ്രദ്ധേയമാണ്. ആദിൽ പാലോട് നമുക്കൊപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ആദിൽ, നമ്മൾ കാത്തിരുന്ന വാർത്ത എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യക്ക് കിരീടം. ആദിൽ, ഉറപ്പായും 159 റൺസിന് ഓൾ ഔട്ട് ആയിരിക്കുന്നു ന്യൂസിലൻഡ് എന്ന വാർത്തയാണ്. അത്രയേറെ രോമാഞ്ചം കൊള്ളിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 96 റൺസ്, അത് വളരെ വലിയ സ്കോറാണ്, വളരെ വലിയ വിജയമാണ്, ഒരിക്കലും ചെറിയ വിജയമല്ല. ഒരുപക്ഷെ ഇംഗ്ലണ്ടിനോട് 7 റൺസിന് മാത്രമാണ് നമ്മൾ വിജയിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല ഇപ്പോഴത്തെ വിജയം 96 റൺസ് എന്ന് പറഞ്ഞാൽ അപ്രമാദിത്യ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു വിനീഷ്. തീർച്ചയായും അപ്രമാദിത്യം എന്ന് പറഞ്ഞാൽ പോരാ, അതിലും വലിയ ഏറ്റവും ഏകപക്ഷീയമായ ഒരു വിജയം, അതും കലാശപ്പോരിലേക്ക് ഇത്രയും മനോഹരമായ ഒരു പ്രകടനം കാത്തുവച്ച ഇന്ത്യൻ സംഘം ഇതാ ഒരിക്കൽ കൂടി വിശ്വവിജയികളാകുന്നു. മൂന്നാമത്തെ വിശ്വകിരീടം ചൂടിക്കൊണ്ട് നമ്മുടെ ചേട്ടനും അതുപോലെ സൂര്യയും സംഘവും എല്ലാവരും തന്നെ തല ഉയർത്തി നിൽക്കുകയാണ്. ഏതായാലും അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിലെ ആ ഒരു ശാപക്കറ അത് മുഴുവൻ ഇന്ത്യ കഴുകി കളഞ്ഞിരിക്കുന്നു. 2023 ഏകദിന ലോകകപ്പ് ഫൈനലിൽ പരാജയപ്പെട്ട ആ ഒരു വേദി, ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പരാജയപ്പെട്ട ആ ഒരു വേദി, ആ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ സംഘം തിരിച്ചു വരുന്ന കാഴ്ച. പിന്നീട് ഓരോ മത്സരങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കൌട്ട് മത്സരങ്ങളായിരുന്നു. ആ നോക്കൌട്ട് മത്സരങ്ങളിലൊക്കെ തന്നെയും ആധികാരികമായി വിജയിച്ചുകൊണ്ട് സഞ്ജു സാംസന്റെ ചിറകിലേറിയും ഒരു മലയാളി താരത്തിന്റെ ചിറകിലേറിക്കൊണ്ട് ഇന്ത്യ ഒരു വട്ടം കൂടി, ഇത് മൂന്നാം തവണയാണ്, കഴിഞ്ഞ 2024 അതുപോലെ 2007 ഇതാ മൂന്നാം തവണയും ഇന്ത്യ കിരീടം നേടുന്നു. സ്ക്രീനിൽ ഇപ്പോൾ നമുക്ക് കാണാം ഇന്ത്യൻ ദേശീയ പതാക മൂവർണ്ണക്കൊടി പിടിച്ചുകൊണ്ട് ഇന്ത്യൻ താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് വരുന്നു. ഒപ്പം പിന്തുണച്ചുകൊണ്ടുള്ള ആരാധകരെത്തുന്നു. എത്ര മനോഹരമായ കാഴ്ചയാണ് അഹമ്മദാബാദിൽ നിന്ന് ലോകം കാണുന്നത്. ഇതുവരെ ഒരു ടീമിനും അവകാശപ്പെടാൻ കഴിയാത്ത വിജയം. സഞ്ജു സാംസനെ നമ്മൾ സ്ക്രീനിൽ കാണുന്നു. സഞ്ജു സാംസന്റെ മുഖത്തെ അഭിമാനം നമ്മൾ കാണുന്നു. ഇതാണ് സഞ്ജു സാംസന്റെ സമയം. സഞ്ജു സാംസന്റെ സമയമാണിത്. സഞ്ജു തന്നെ ചേട്ടൻ തൂക്കിയിരിക്കുന്നു വിജയം എന്ന് പറയാവുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന മലയാളികൾ അത്രമേൽ അഭിമാനത്തോടുകൂടി കാണുന്ന രംഗങ്ങളാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു രംഗം കാണുക എന്നുള്ളത് അസുലഭ നിമിഷമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ വിധത്തിൽ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. ബുംറയെ നമുക്ക് കാണാം, സൂര്യകുമാർ യാദവിനെ കാണാം. ഒരുപക്ഷെ 2007 MS ധോണി, മഹേന്ദ്ര സിംഗ് ധോണി, രണ്ടാമത് 2024 രോഹിത് ശർമ്മ, 2026 സൂര്യകുമാർ യാദവ്. അങ്ങനെ മൂന്നാം തവണയും കുട്ടി ക്രിക്കറ്റിലെ ലോക കിരീടം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. ലോക കിരീടത്തിന്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ 1983 ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ കപിലിന്റെ ചെകുത്താന്മാർ നേടിത്തന്ന ആ ഒരു വിശ്വകിരീടത്തിൽ ഇന്ത്യ അഭിരമിച്ച ഒരു കാലമുണ്ടായിരുന്നു. എത്രയോ കാലം മറ്റൊരു ലോക കിരീടത്തിനായി ഇന്ത്യ കാത്തിരുന്നിരുന്നു. അതിന് അറുതി വരുത്തിയത് കുട്ടി ക്രിക്കറ്റ് വന്നപ്പോഴാണ്. അവിടെ അതിന്റെ ആദ്യ അധ്യായം, കുട്ടി ക്രിക്കറ്റിന്റെ ലോകകപ്പിലെ പ്രഥമ അധ്യായം വന്നപ്പോൾ 2007 വരുമ്പോൾ അന്ന് ധോണിയും സംഘവും വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ, അതിന് തൊട്ടു മുൻപ് വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ഏകദിന ലോകകപ്പിൽ അമ്പയെ പരാജയപ്പെട്ടു പോയ ഒരു സംഘത്തെയും കൊണ്ട് പുതിയ കുറെ പിള്ളേരെയും കൊണ്ട് ആ വേദിയിലേക്ക് പോയി അവിടെ വിജയിച്ച് വന്ന മഹേന്ദ്ര സിംഗ് ധോണിയും കൂട്ടരും അന്ന് 83 കപിലും ടീമും എന്താണോ നൽകിയത് അതിനപ്പുറത്തേക്കുള്ള ഒരു വികാരം നൽകിയിരുന്നു. അതിനുശേഷം 2011 ഏകദിന ലോകകപ്പ് സച്ചിന് വേണ്ടി ഇന്ത്യൻ സംഘം നേടിയതും നമ്മുടെ മനസ്സിലുണ്ട്. പിന്നീട് വീണ്ടും ഒരു കിരീട വരൾച്ചയായിരുന്നു. ആ വരൾച്ചയ്ക്ക് അറുതി വന്നത് കഴിഞ്ഞ ലോകകപ്പിലായിരുന്നു, കഴിഞ്ഞ 2020 ലോകകപ്പിലായിരുന്നു. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട്, അത് പരാജയം മുന്നിൽ കണ്ട ഒരു നിമിഷത്തിൽ അസാധ്യമായ ഒരു പ്രകടനത്തിലൂടെ ടീം ഇന്ത്യ വിജയം നേടിയത് കണ്ടു. ഇന്നിതാ ഒരിക്കൽ കൂടി ലോക കിരീടം, 2020 ലോക കിരീടം നിലനിർത്തുന്ന ചരിത്രത്തിലെ ആദ്യ സംഘമായി ദ മാൻ ഇൻ ബ്ലൂ മാറുന്നു. ചാമ്പ്യൻസ് ICC മെൻസ് 2020 വേൾഡ് കപ്പ് 2026 ചാമ്പ്യന്മാരായി വിശ്വവിജയികളായി സൂര്യകുമാർ യാദവും. അങ്ങനെ ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റന്മാരുടെ പട്ടികയിലേക്ക് കപിലിന് ശേഷം, മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം, രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇതാ സൂര്യകുമാർ യാദവിന്റെ പേര് കൂടി ചേർക്കപ്പെടുകയാണ്.